ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. KPCC ആക്ടിംഗ് പ്രസിഡന്റ് M ഹസന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. വയനാട്ടിൽ തൽക്കാലം കോൺഗ്രസിന്റെ കൊടി ഉപയോഗിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം മൊത്തമായിട്ടൊന്ന് കേൾക്കാം. ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതാ ഞങ്ങളുടെ തീരുമാനം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കില്ല, പിന്നെ അല്ലേ മുന്നണിയിലെ ഒന്നിന്റെയും പതാക ഉപയോഗിക്കില്ല. റീസൺ പതാക വേണ്ട, ചിഹ്നം ഉപയോഗിച്ചാൽ മതി എന്നാ തീരുമാനിച്ചത്. അല്ല, അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ വയനാട്ടിൽ കൊടുത്ത നിർദ്ദേശം ഒരു മണ്ഡലത്തിലും വേണ്ട. ആക്ടിംഗ് പ്രസിഡന്റ് പറയുകയാണ്, വയനാട്ടിൽ ലോക്സഭാ മണ്ഡലത്തിൽ UDF കൊടികളൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റെ കൊടി ഉപയോഗിക്കാൻ പോകുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പോകുന്നില്ല, മറ്റ് ഘടകകക്ഷിയായിട്ടുള്ള RSPയുടെ, കേരള കോൺഗ്രസിൻ്റെ, പിന്നെ മറ്റങ്ങനെ ചെറിയ ചെറിയ ഘടകകക്ഷികൾ, അങ്ങനെ ഒന്നിൻ്റെയും കൊടി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അത് പറയാൻ സൗകര്യമില്ല, അത് ഞങ്ങൾക്ക് പറയാൻ ഉദ്ദേശമില്ല എന്ന രീതിയിലുള്ള മറുപടിയാണ് M ഹസൻ ഇതിനൊപ്പം നൽകിയത്. എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് കാര്യം എന്താണെന്ന് അറിയാം, പക്ഷേ തുറന്നു പറയാൻ അദ്ദേഹത്തിന് വയ്യ, അത് പറയാൻ അദ്ദേഹം ഉദ്ദേശപ്പെടുന്നില്ല. മാത്രമല്ല, ഇതിനെക്കുറിച്ച് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ എത്തിയപ്പോൾ ഒരൊറ്റ കൊടി പോലും ഇല്ലായിരുന്നു, മൊത്തം ബലൂണായിരുന്നു. ആ കോൺഗ്രസിൻ്റെ കൊടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ചരിത്രമുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുള്ള കൊടിയാണ് കോൺഗ്രസിൻ്റെ കൊടി. മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ കൊടിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ രണ്ട് കൊടിയും ഒഴിവാക്കിയിട്ട് വെറും ബലൂൺ മാത്രമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടിയെ പരിപൂർണമായിട്ട് ഒഴിവാക്കുകയായിരുന്നു അവിടെ ചെയ്തത്. മുസ്ലിം ലീഗിൻ്റെ കൊടിയെ ഒഴിവാക്കുന്ന സമയത്ത് തുറന്നു വരുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ കൊടിയെ കൂടി അവരങ്ങ് ഒഴിവാക്കിയത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ കൊടി ഒഴിവാക്കിയെന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. 2019 അദ്ദേഹം വന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു കൊടി കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് സാമാന്യം വലിയൊരു കൊടി. ആ കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞുള്ള പ്രചാരണം നോർത്തിൽ കാര്യമായിട്ട് BJP നടത്തിയിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് വ്യക്തമായിട്ട് അതിലുണ്ടാവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ മറ്റു കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളും നോർത്ത് ഇന്ത്യയിൽ 2019 തോറ്റുപോയത് എന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് എത്തിയത്. പക്ഷെ അത് മാത്രമല്ല കാരണം എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അത് പക്ഷേ കോൺഗ്രസ് പഠിച്ചിട്ടില്ല. കോൺഗ്രസ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ കൂടി രാഹുൽ ഗാന്ധിയുടെ റാലിക്കകത്ത് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തോറ്റുപോയതിൻ്റെ ഒരു കാരണങ്ങൾ ഒന്ന് മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ കൊടി. പക്ഷേ എന്നിരുന്നാലും ആ കൊടിക്കകത്ത് പിടിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊടിയേ വേണ്ട. വയനാട്ടിൽ എന്തായാലും ബാക്കിയുള്ള 19 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടി വെക്കാം, പക്ഷേ വയനാട്ടിൽ എന്തായാലും കൊടി വേണ്ട. മാത്രമല്ല, കൊടിയുടെ എന്തുകൊണ്ട് വേണ്ട എന്നുള്ള കാരണം കൂടി അവർ പറയുന്നുമില്ല. ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ ലീഗിനെ അവർ വെറും രണ്ടാം തരം പാർട്ടിയായിട്ട് മാത്രമേ കണ്ടുള്ളൂ. ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി ലീഗിൻ്റെ വോട്ടില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഒരിടത്ത് പോലും ജയിക്കത്തില്ലെന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. ആ വ്യക്തമായ റെക്കഗ്നിഷൻ, കറക്റ്റ് വേർഡ് ഇംഗ്ലീഷ് വേർഡ് റെക്കഗ്നിഷനാണ്. ആ റെക്കഗ്നിഷൻ ഇതുവരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കോൺഗ്രസ് കൊടുത്തിട്ടില്ല. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കൊടിയുടെ നിരോധനം. എന്തൊക്കെയാലും കൊടിയും കൊണ്ട് വരണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ. മാത്രമല്ല, ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടൂർ, ഏറനാട്, നിലമ്പൂർ എന്നിങ്ങനെയാണ്. അത് മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ എല്ലാത്തും ലീഗിന് വ്യക്തമായ സ്വാധീനമുണ്ട്. ഏറനാട്ടിൽ ലീഗിൻ്റെ MLA കൂടിയാണ്. വണ്ടൂർ ഒരു സംവരണ മണ്ഡലമായതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ്സാണ് മത്സരിച്ച് ജയിക്കുന്നത്. നിലമ്പൂരിൽ ഇപ്പോൾ CPIMൻ്റെ സ്വതന്ത്രനായിട്ടുള്ള PV അൻവറാണ് MLA. പക്ഷേ ഈ 3 മണ്ഡലങ്ങളിലും ലീഗിന് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. മാത്രമല്ല, വയനാട്ടിലും ലീഗിന് വ്യക്തമായ സ്വാധീനമുണ്ട്. പിന്നെ താമരശ്ശേരി, കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലം കൂടി, താമരശ്ശേരി കൂടി ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അവിടെയും ലീഗിന് വ്യക്തമായ സ്വാധീനമുണ്ട്. ലീഗിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണ് വയനാട് ഇപ്പോഴും കോൺഗ്രസിനും UDFനും അജയരായിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ CPIMനും LDFനും ഇപ്പോഴും പിടിക്കാൻ പറ്റാത്ത മാറി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആ മണ്ഡലം ഇപ്പോഴും ലീഗിൻ്റെ വ്യക്തമായ സ്വാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ലീഗിൻ്റെ സ്വാധീനമില്ലെങ്കിൽ അമേഠിൽ തോറ്റ പോലെ തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ തൂക്കും. പക്ഷേ ആ ഒരു റെക്കഗ്നിഷൻ ലീഗിന് കൊടുക്കാൻ വേണ്ടി തൽക്കാലം കോൺഗ്രസിന് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കൊടിയുടെ വിലക്ക് അവർ പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കൊടി പാടില്ല, ചിത്രം മാത്രം മതി. കൊടി ആരുടെയും പാടില്ല, കോൺഗ്രസിൻ്റെ കൊടിയും പാടില്ല, ലീഗിൻ്റെ കൊടിയും പാടില്ല.
ഇപ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ വീണ്ടും നാണം കെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നാണം കെടുത്തിയിരിക്കുകയാണെന്ന് വ്യക്തമായി തന്നെ പറയാം. KPCC ആക്ടിംഗ് പ്രസിഡന്റിന്റെ വാക്കുകൾ അത് സാധൂകരിക്കുന്നുമുണ്ട്.